Next is limit state of serviceability. Fifth module last portion ആണ് limit state of serviceability. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഫസ്റ്റ് മോഡ്യൂളിൽ തുടങ്ങി ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്ത് എന്നും രണ്ട് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ രണ്ട് ലിമിറ്റ് സ്റ്റേറ്റ്സ് ആണുള്ളത്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്ത് ഓർ കൊളാപ്സ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൻ്റെ അതിൽ വരുന്ന ഫോഴ്സസ്, ഓക്കെ, അതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ബെൻഡിങ് ഫോഴ്സസ്, ഷിയർ, ടോർഷൻ, ആക്സിയൽ ലോഡ്സ്, ഇനി കോളത്തിൻ്റെ കേസിൽ ആക്സിയൽ ലോഡ്സ്. അപ്പോൾ ഇതൊക്കെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്ത്തിൽ വരുന്നതാണ്. അതായത് ഒരു ഏത് സ്ട്രക്ചറൽ മെമ്പറാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അപ്പോൾ അതിൽ വരുന്ന അതിൻ്റെ ഒരു ആക്ഷൻ, അതിൻ്റെ എങ്ങനെയാണോ അതിൽ വരുന്ന ആക്ഷൻ, ഫ്ലെക്ചറൽ ആക്ഷൻ ആകാം, ഷിയർ ആക്ഷൻ, ടോർഷൻ ആകാം, അല്ലെങ്കിൽ ആക്സിയൽ ലോഡ്, കംപ്രസീവ് ആക്ഷൻ ആകാം. അപ്പോൾ അത് വെച്ചിട്ടുള്ള അതിൻ്റെ സ്ട്രെങ്ത് കൺസിഡറേഷനാണ് ആദ്യത്തെ ലിമിറ്റ് സ്റ്റേറ്റ്. അപ്പോൾ അത് നമ്മളിപ്പോൾ പഠിച്ചിരുന്നു. ബെൻഡിങ്ങിലും അതുപോലെ ഷിയർ ചെക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ടോർഷൻ ചെക്കും അതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്. അതൊക്കെ ഒരു സ്ട്രക്ചറൽ മെമ്പറിൻ്റെ സ്ട്രെങ്ത് കൺസിഡറേഷനിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് തിന്നർ മെമ്പേഴ്സ് കിട്ടും, കുറച്ചും കൂടി എക്കണോമിക്കൽ സെക്ഷൻ ആയിരിക്കും, അതുകൊണ്ട് തന്നെ തിന്നർ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ തിന്നർ മെമ്പേഴ്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നതെന്ന് വെച്ചാൽ ഈവൻ ദോ ഇറ്റ്സ് എക്കണോമിക്കൽ, അതിൽ കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രാക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലായിരിക്കും വെൻ കമ്പയർഡ് ടു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ ടാങ്ക്സ്, അപ്പോൾ വാട്ടർ ടാങ്ക്സ് ഒക്കെ ഇപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലല്ല നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ തന്നെയാണ് വാട്ടർ ടാങ്ക്സ് ഒക്കെ ഇപ്പോഴും ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ റീസണും ഈ ഒരു സേഫ്റ്റി കൺസിഡറേഷനാണ്. കാരണം വാട്ടർ ടാങ്ക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് മാത്രം പോരാ, അവിടെ ലീക്കേജ് ഉണ്ടാകരുത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ചെറിയ ക്രാക്ക് ഉണ്ടെങ്കിൽ ആ വാട്ടർ ടാങ്കിൽ നിന്ന് ലീക്കേജ് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് വാട്ടർ ടാങ്ക്സിൽ നമ്മൾ ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് യൂസ് ചെയ്യില്ല, നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ ഈ ഒരു സർവീസിബിലിറ്റി കൺസിഡറേഷൻ എടുക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അതാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലുള്ള ഒരു പ്രശ്നം. അതായത് തിന്നർ മെമ്പേഴ്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ എക്കണോമിക്കൽ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ തിന്നർ മെമ്പേഴ്സ് എന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഡിഫ്ലക്റ്റ് ആകും, അല്ലെങ്കിൽ അതിൽ ക്രാക്സ് ഡെവലപ്പ് ആകും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം കൺസിഡർ ചെയ്യണം. അതാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി. സോ വി ഹാവ് ടു ഗീവ് അതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ, ഡിഫ്ലക്ഷൻ കൺട്രോൾ ആണെങ്കിലും അല്ലെങ്കിൽ ക്രാക്കിംഗ് കൺട്രോൾ ആണെങ്കിലും അതൊക്കെ ചെയ്യണം. ഓക്കെ, സോ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി അതിൽ മെയിനായിട്ട് വരുന്നത് ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങുമാണ്. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി, വൈബ്രേഷനൊക്കെയാണ് സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ദ മെമ്പർ ഷുഡ് നോട്ട് അണ്ടർഗോ എക്സസീവ് ഡീഫോമേഷൻ അണ്ടർ സർവീസ് ലോഡ്സ്. ഓക്കെ, അപ്പോൾ എക്സസീവായിട്ട് ഡീഫോമേഷൻ അണ്ടർഗോ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിനെയാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ക്രാക്കിങ്ങിനും ഉണ്ട് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ക്രാക്കിംഗ്. The width of the cracks developed on surface of reinforced concrete members under service loads should be limited to the values prescribed in the codes of practice. അപ്പോൾ IS കോഡിൽ പറയുന്നുണ്ട് ഈ ക്രാക്കിൻ്റെ വിഡ്ത്തിനെ പറ്റിയിട്ട്. ഓക്കെ, ക്രാക്ക് ഒരു പരിധിയിൽ കൂടുതൽ, ഒരു ലിമിറ്റിൽ കൂടുതൽ ഇൻക്രീസ് ആകരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലിമിറ്റിനെയാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അഗെയിൻ വേറെ ഉള്ളതെന്ന് വെച്ചാൽ ഡ്യൂറബിലിറ്റി, വൈബ്രേഷനൊക്കെയാണ്. അപ്പോൾ ബ്രിഡ്ജസിൽ നമ്മൾ വൈബ്രേഷൻ കൺസിഡർ ചെയ്യും, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി. ഓക്കെ, ഇപ്പോൾ ഈ മെറൈൻ എൻവിയോൺമെൻറ്റിൽ പ്രശ്നമെന്ന് വെച്ചാൽ ക്ലോറൈഡ് അറ്റാക്ക് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലോറൈഡ് ഈ കോൺക്രീറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ക്ലോറൈഡ് അറ്റാക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി, കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെറൈൻ എൻവിയോൺമെൻറ്റിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ബ്രിഡ്ജസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടേഴ്സ്, അപ്പോൾ എന്താണെങ്കിലും അതിലൊക്കെ വി ഹാവ് ടു കൺസിഡർ ഡ്യൂറബിലിറ്റി. ആൻഡ് അതുപോലെ ബ്രിഡ്ജസ് പ്രത്യേകിച്ച് റെയിൽവേ ബ്രിഡ്ജസിലും അങ്ങനെയുള്ള ബ്രിഡ്ജസിലൊക്കെ വി ഹാവ് ടു ചെക്ക് ദി വൈബ്രേഷൻ ഓൾസോ. കാരണം മൂവിങ് ലോഡാണ് പോകുന്നത്, അപ്പോൾ വൈബ്രേഷൻ കൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ദീസ് ആർ ദി അതർ ലിമിറ്റ് സ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും പഠിക്കേണ്ടത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ക്രാക്കിംഗ് ആണ്. ഓക്കെ, സോ ആദ്യം ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ നോക്കാം.
അപ്പോൾ ഡിഫ്ലക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് 2 മെത്തേഡ്സാണ് നമുക്കുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു ബീം അല്ലെങ്കിൽ ഒരു സ്ലാബ് ഡിസൈൻ ചെയ്തിട്ട് ഈ ഒരു സ്ലാബ് അല്ലെങ്കിൽ ബീം അത് സേഫ് ആണോ, ഡിഫ്ലക്ഷനിൽ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് 2 മെത്തേഡുണ്ട്. വൺ ഈസ് എംപിരിക്കൽ മെത്തേഡ് ആൻഡ് അതർ ഈസ് തിയററ്റിക്കൽ മെത്തേഡ്. ഓക്കെ, അപ്പോൾ എംപിരിക്കൽ മെത്തേഡാണ് നമ്മൾ യൂഷ്വലി നിങ്ങൾ ഇപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് അവസാനം ഒരു സ്റ്റെപ്പ് എഴുതും. ആ സ്റ്റെപ്പിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ മെത്തേഡാണ് എംപിരിക്കൽ മെത്തേഡ്. വേറെ എന്ന് വെച്ചാൽ തിയററ്റിക്കൽ മെത്തേഡ് ഉണ്ട്. അപ്പോൾ തിയററ്റിക്കൽ മെത്തേഡിൽ നമ്മൾ കുറേ കൺസിഡറേഷൻസ്, കുറേ ഫാക്ടേഴ്സ് ഡിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള റീസൺ നോക്കും. അതിൻ്റെ ആ റീസൺ വെച്ചിട്ട് എങ്ങനെ നമുക്കത് കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് തിയററ്റിക്കൽ മെത്തേഡിൽ. ഓക്കെ, സോ എംപിരിക്കൽ മെത്തേഡ് നിങ്ങൾക്ക് പരിചയമുള്ള മെത്തേഡാണ്. ദറ്റ് ഈസ് ഗിവൺ ഇൻ ക്ലോസ് 23.2.1. L/D വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ L/D വാല്യൂസ് വെച്ചിട്ട്, L/D റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ എംപിരിക്കൽ മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ബീംസിലും അതുപോലെ തന്നെ സ്ലാബിൻ്റെ കേസിലും. ഇപ്പോൾ നമ്മൾ പഠിച്ച 2 ഡിസൈൻ എന്ന് വെച്ചാൽ ഒന്ന് ബീമിൻ്റെ ഡിസൈനാണ്, വേറൊന്ന് സ്ലാബിൻ്റെ ഡിസൈനാണ്. ബീമിൽ തന്നെ സിംഗിൾ റീഇൻഫോഴ്സ്ഡ്, ഡബിൾ റീഇൻഫോഴ്സ്ഡ് ആൻഡ് T ബീംസ്, ഫ്ലാൻജ്ഡ് ബീംസ് പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ഓരോന്നിലും ഉള്ള L/D, അപ്പോൾ ഈ ഒരു ചെക്ക് നമ്മൾ ഫൈനലി ചെയ്യായിരുന്നു അല്ലേ. അതായത് പെർമിസിബിൾ L/D റേഷ്യോ, അതായത് മാക്സിമം എത്രയാണെന്ന് നോക്കും. എന്നിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കും. അപ്പോൾ ഈ പെർമിസിബിളിനേക്കാളും കുറവായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വാല്യൂ. ഓക്കെ, സോ പെർമിസിബിൾ L/D റേഷ്യോ ഷാൽ ബി ഗ്രേറ്റർ ദാൻ ദി ആക്ച്വൽ L/D റേഷ്യോ. സോ പെർമിസിബിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? L/D ബേസിക് ഇൻറ്റു KT ഇൻറ്റു KC ഇൻറ്റു KF. ഇതിൽ L/D ബേസിക് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ഗിവൺ ഇൻ ക്ലോസ് 23.2.1. അതിൽ തന്നിട്ടുണ്ട്. ക്യാൻഡിലിവറിന് 7, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ 20, കണ്ടിന്യൂസ് ബീം ആണെങ്കിൽ 26 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഫ്ലാൻജ്ഡ് ബീം ആണെങ്കിൽ നമ്മൾ KF വെച്ച്, ഓക്കെ, ഫ്ലാൻജ്ഡ് ബീംസിനാണ് ഈ KF എടുക്കുക. ഓക്കെ, അതായത് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ കേസിൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ടെൻഷൻ സൈഡിൽ മാത്രമേ റീഇൻഫോഴ്സ്മെൻറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ KCയും KFും നമുക്ക് 1 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീംസിൽ കംപ്രഷൻ സോണിലും ഉണ്ട്, ടെൻഷൻ സോണിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്രഷൻ സോണിലുള്ള KC വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, ടെൻഷനിലുള്ള അതായത് KC വാല്യൂം ചെയ്യണം, KT വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ KF മാത്രമായിരിക്കും 1 ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഒരു ഫ്ലാൻജ്ഡ് ബീം ആണെങ്കിൽ അവിടെ ടെൻഷൻ വരുന്നുണ്ട്, കംപ്രഷൻ വരുന്നുണ്ട് ആൻഡ് ഫ്ലാഞ്ച് സെക്ഷൻ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മോഡിഫിക്കേഷൻ ഫാക്ടറും കൊടുക്കണം. ഓക്കെ, so KT is the modification factor for tension reinforcement, KC for compression reinforcement and KF for flanged sections. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെർമിസിബിൾ കിട്ടും. ഈ പെർമിസിബിൾ വാല്യൂ ആയിരിക്കണം ആക്ച്വലിനേക്കാളും ഗ്രേറ്റർ. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്യുക. അത് ഗ്രേറ്റർ ആണെങ്കിൽ, പെർമിസിബിൾ ആണ് ഗ്രേറ്റർ എങ്കിൽ അവർ ഡിസൈൻ ഈസ് സേഫ് ഇൻ ഡിഫ്ലക്ഷൻ. സോ ഇങ്ങനെയാണ് KT വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫിഗർ 4 തന്നിട്ടുണ്ട് KT വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് അറിയുന്നതാണ്. അതായത് FS കാൽക്കുലേറ്റ് ചെയ്യുക. FS ആണ് ഈ ഓരോ കർവ്. ഓക്കെ, FS കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? 0.58 FY ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റിക്വയർഡ് ആൻഡ് ഏരിയ പ്രൊവൈഡഡ്. ഓക്കെ, ഏരിയ റിക്വയർഡ് എന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത AST വാല്യൂ. ഏരിയ പ്രൊവൈഡഡ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര ബാർസ്, ഇപ്പോൾ 3 bars ഓഫ് 10 mm ഡയമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ π/4 ഇൻറ്റു 10 സ്ക്വയർ ഇൻറ്റു 3 ആയിരിക്കും AST. അപ്പോൾ അതാണ് AST പ്രൊവൈഡഡ്. ഓക്കെ, അപ്പോൾ അത് യൂഷ്വലി ഇത് രണ്ടും ഏകദേശം സിമിലർ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 0.58 FY എന്ന് എടുത്താൽ മതി. ഓക്കെ, ഇത് രണ്ടും ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. സോ 0.58 FY എന്ന് എടുക്കുമ്പോൾ FY അത് 415 ആകാം, 500 ആകാം. അത് ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുക. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. M20 ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ M20 ആയിരിക്കും തരുന്നത്, ചിലപ്പോൾ M25 ആയിരിക്കും തരുന്നത്. അതുപോലെ FE 415 ആയിരിക്കും, FE 250 ആയിരിക്കാം, FE 500 ആയിരിക്കാം. അപ്പം നമ്മളത് ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഈ FYയും FCKയും നോക്കുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത് അത് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അല്ലാതെ നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ
നമ്മൾ യൂഷ്വലി നിങ്ങളിപ്പോൾ ഒരു പ്രോബ്ലത്തിൽ 20 ആണെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ 20 എന്ന് തന്നെ കൊടുക്കരുത്. അത് ഏതാണ് എന്ന് നോക്കി FCK വാല്യൂ 20 ആണോ 25 ആണോ M20 ആണോ 25 ആണോ തന്നിരിക്കുന്നതെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ FY 58 FY എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏത് കർവ് ആണെന്ന് കിട്ടും. സോ ഏത് കർവ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ PT വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു Y ആക്സിസിൽ മോഡിഫിക്കേഷൻ ഫാക്ടർ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിനാണെങ്കിൽ പെർസെൻറ്റേജ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ASC. ഓക്കെ, പെർസെൻറ്റേജ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ ഏരിയ ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ASC. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ASC തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഈ ഒറ്റ കർവേ ഉള്ളൂ, നമ്മളത് ഡയറക്റ്റ്ലി ലൊക്കേറ്റ് ചെയ്യുക. KC വാല്യൂ കിട്ടും. അതേപോലെ KF വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് റേഷ്യോ ഓഫ് വെബ് വിഡ്ത്ത് ടു ഫ്ലാഞ്ച് വിഡ്ത്ത്. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക, വെബിൻ്റെ വിഡ്ത്തും ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്തും. ഓക്കെ, ഇത് രണ്ടും കൂടെ അതിൻ്റെ റേഷ്യോ എടുക്കുക, ആ റേഷ്യോ ഇവിടെ മാർക്ക് ചെയ്യുക, ആൻഡ് ദെൻ ഇതിൽ ലൊക്കേറ്റ് ചെയ്യുക, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. സപ്പോസ് 0.5 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇതായിരിക്കും KF വാല്യൂ. ഓക്കെ, സോ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് സ്ലാബിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഈ L/D റേഷ്യോ ഡിഫറെൻ്റ് ആയിരിക്കും, അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, 1 വേ സ്ലാബിലാണെങ്കിൽ അത് 25 to 30 ആണ് നമ്മൾ യൂഷ്വലി എടുക്കുക. ആൻഡ് കാൻഡിലിവർ സ്ലാബ് ആണെങ്കിൽ 10 to 12. പിന്നെ 2 വേ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്സ് ആണെങ്കിൽ 35, 28. ഓക്കെ, 35 എന്നുള്ളത് FE 250 ആണെങ്കിലാണ് 35. ഇത് ക്ലോസ് 24.1 തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് FE 415 ആണെങ്കിൽ 28 ആണ്. ഓക്കെ, അതേപോലെ 2 വേ കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിൽ 40 ആണ്. ആൻഡ് FE 415 ആണെങ്കിൽ 32 ആണ്. ഓക്കെ, അതായത് നമ്മൾ 0.8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ഈ 28ഉം 32ഉം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കോഡിലും പറയുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. സിംപ്ലി സപ്പോർട്ടഡിന് 35 എന്ന് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ 28 415 ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്കിനി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ ചോദിക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യാനായിട്ടുള്ള. അതായത് നമുക്ക് ക്വസ്റ്റ്യനിലെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഡിസൈൻ ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യന് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഡേറ്റ വെച്ചിട്ട്, തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, സോ എ സിംപ്ലി സപ്പോർട്ടഡ് റെക്ടാങ്കുലർ ബീം ഓഫ് 12 meter span has an effective depth of 800 mm. The area of tension reinforcement required to support the load is designed as 1.6%. Check the deflection control by empirical method. Okay, അപ്പോൾ 2 methods ആണ് നമുക്കുള്ളത്. അതിൽ എംപിരിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ 2 FE 415ഉം FE 500ഉം വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, 2 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് FE 415ഉം സെക്കൻഡ് FE 500. സോ തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ എഴുതുക. ലെങ്ത് 12 meter, ഡെപ്ത് 800 mm, then FY 415 and 500 and AST പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. ദറ്റ് ഈസ് PT ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, 1.67%. സോ L/D ആദ്യം നമ്മൾ ആക്ച്വൽ L/D റേഷ്യോ നോക്കുക. L/D എത്രയായിരുന്നു? 12 meter ആൻഡ് D 800 mm. സോ 12/0.8 15 ആണ് നമുക്ക് ആക്ച്വൽ L/D റേഷ്യോ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ പെർമിസിബിൾ അല്ലെങ്കിൽ അലവബിൾ അല്ലെങ്കിൽ മാക്സിമം L/D റേഷ്യോ നോക്കുക. സോ L/D ബേസിക് ഇൻറ്റു KT ഇൻറ്റു KC ഇൻറ്റു KF. ഇവിടെ KC ആൻഡ് KF നമുക്ക് 1 ആയിട്ട് കൊടുക്കാം. ഓക്കെ, കാരണം KC 1 ആയിട്ട് കൊടുക്കാൻ കാരണം കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ KF 1 ആയിട്ട് കൊടുക്കാൻ കാരണം ഇതൊരു റെക്റ്റാങ്കുലർ ബീമാണ്. ഓക്കെ, ഫ്ലാഞ്ച്ഡ് ബീമല്ല, റെക്റ്റാങ്കുലർ ബീമാണ്. സോ ഇതിന് രണ്ടിനും 1 കൊടുക്കുക. ആൻഡ് KT വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ KT വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് PT ഉണ്ട്. സോ PTയിൽ നിന്ന് PT 1.6 ആണെങ്കിൽ
ഓക്കെ, ഏത് കർവാണെന്ന് എങ്ങനെ നോക്കും? 0.58 FY. ഓക്കെ, ആൻഡ് FY ഇവിടെ നമുക്ക് 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ആദ്യം 415 നോക്കുക. സോ 0.58 ഇൻറ്റു 415 എന്ന് വെച്ചാൽ 240 അടുത്ത് കിട്ടും. ഓക്കെ, സോ 240ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ നോക്കുക. ഓക്കെ, ഇതിൽ 240ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കുക. നമുക്കപ്പോൾ ഏകദേശം 0.9 എന്ന് കിട്ടും. അതുപോലെ 0.58 ഇൻറ്റു 500 ചെയ്യുമ്പോൾ 290 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു കർവിൽ കിട്ടുന്ന വാല്യൂ 0.8ൻ്റെ അടുത്ത് കിട്ടും. ഓക്കെ, സോ 0.8 എടുക്കാം. സോ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? 0.9ഉം 0.8ഉം. ഓക്കെ, ഇത് നിങ്ങൾ നോക്കണ്ട. ഈ ഫ്രം ഫിഗർ 7.1 7.2 അത് ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറിൻ്റെ ഇതാണ്. ഓക്കെ, ഇത് നിങ്ങൾ നോക്കണ്ട. നമുക്ക് ശരിക്കും ഇത് കോഡിൽ ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഫിഗർ 4. സോ KT വാല്യൂ 0.9 എന്ന് കിട്ടും FE415ക്കും 0.8 FE500ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് L/D വാല്യൂ എഴുതുക. ആൻഡ് വാട്ട് ഈസ് ദ L/D ബേസിക് വാല്യൂ? 20 ആണ് എടുക്കേണ്ടത്. സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ 20 ആണ് L/D. ഓക്കെ, സോ 20 ഇൻറ്റു 0.9 ഇൻറ്റു 1 ഇൻറ്റു 1 20 ഇൻറ്റു 0.8 ഇൻറ്റു 1 ഇൻറ്റു 1 ഒന്നിൽ 18 എന്നും ഒന്നിൽ 16 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം പെർമിസിബിൾ. ദെൻ ഇറ്റ്സ് സേഫ്. ഓക്കെ, സോ ദിസ് ഇസ് സേഫ്. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ പ്രോബ്ലംസും ചോദിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ഒരു ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റും കാണും. ഡബിളി റീഇൻഫോഴ്സ്ഡ് എന്ന് വെച്ചാൽ ടോപ്പിലും ഉണ്ട് ബോട്ടത്തിലും റീഇൻഫോഴ്സ്ഡ് ആയിരിക്കും. So a doubly reinforced beam of rectangular section 250 mm wide by 550 mm overall depth is reinforced with 4 bars of 22 mm diameter on the tension face and 2 bars of 16 mm diameter at the compression face. The effective cover is 50 mm. The beam spans over 8 meter. If FE415 are used, check for deflection using empirical method. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എഴുതുക. നമുക്ക് L വേണം, ആക്ച്വൽ സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ L/D വേണം. സോ L എന്ന് വെച്ചാൽ 8 മീറ്റർ ആണ്. ഓക്കെ, സോ ആൻഡ് വാട്ട് ഇസ് ദ എഫക്റ്റീവ് ഡെപ്ത്? ഇഫക്റ്റീവ് ഡെപ്ത് ഇസ് 500, കാരണം ഓവറോൾ ഡെപ്ത് 550 ആണ്. ഓക്കെ, ആൻഡ് ഇഫക്റ്റീവ് കവറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് വെച്ചാൽ ഓവറോൾ ഡെപ്ത് മൈനസ് കവർ. സോ 500 എന്ന് കിട്ടും. ഓക്കെ, സോ L/D 8000 by 500 ചെയ്യുമ്പോൾ 16 ആണ് നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടുന്നത്. ഇനി നമുക്ക് പെർമിസിബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. പെർമിസിബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ L/D റേഷ്യോ വേണം. അപ്പോൾ ഇതൊരു ഡബിളി റീഇൻഫോഴ്സ്ഡ് റെക്റ്റാങ്കുലർ ബീമാണ്. ഓക്കെ, ആൻഡ് സോ L/D 20 ആണ്. L/D ബേസിക് എന്ന് വെച്ചാൽ 20 ആണ്. ഇത് നോക്കണ്ട, ടേബിൾ 7.1 അല്ല കേട്ടോ. ദിസ് ഇസ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഫിഗർ ആണ്. ഓക്കെ, ടേബിൾ ആണ്. സോ ഈ L/D ബേസിക് എവിടെ നിന്ന് കിട്ടുന്നത്? 23.2.1ൽ നിന്ന് കിട്ടും. ആൻഡ് ദെൻ PT വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. PT വാല്യൂ ഇപ്പം നമുക്കിവിടെ AST ഏരിയയുടെ ടേംസിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് 4 bar of 22 mm diameter on the tension face. അതായത് ടെൻഷൻ ഫേസിൽ അല്ലെങ്കിൽ ബോട്ടം ഫേസിൽ 4 bar 22 mm diameter. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കിട്ടുക? 4 bar of 22 mm diameter. ഓക്കെ, സോ 22 mm diameter pi by 4 into 22 square into 4. അപ്പോൾ ഇതായിരിക്കും AST ടെൻഷൻ. ഓക്കെ, അപ്പോൾ ടെൻഷൻ സോണിൽ AST കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് PT? PT ഈസ് ഈക്വൽ ടു AST ഇൻറ്റു 100 by BD. ഓക്കെ, സോ PT വാല്യൂ കിട്ടും. AST കിട്ടി. ദെൻ B എന്ന് വെച്ചാൽ തന്നിട്ടുണ്ട് 250 ആൻഡ് D 500. ഓക്കെ, സോ നമുക്ക് PT വാല്യൂ 1.21 എന്നും കിട്ടും. അതുപോലെ തന്നെ കംപ്രഷൻ ഫേസിൽ 2 bars of 16 mm diameter at compression phase. അപ്പോൾ 2 into pi by 4 into 16 square അതാണ് കംപ്രഷൻ ഫേസിലുള്ള AC വാല്യൂ. ഓക്കെ,
സോ കംപ്രഷൻ ഫേസിൽ 2 ഇൻറ്റു പൈ ബൈ 4 ഇൻറ്റു 16 സ്ക്വയർ. കംപ്രഷൻ ഫേസിലുള്ള ASC കിട്ടും. ASC ഇൻറ്റു 100 ബൈ BD ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് PC കിട്ടും. ഓക്കെ, കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ്. സോ PCയും PTയും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് KC വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. KF 1 തന്നെയാണ്. KCയും KTയും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ KC വാല്യൂ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ടേബിളിൽ നിന്നാണ്. ഈ ടേബിളിൽ നിന്നാണ് KC കിട്ടുന്നത്, ഫിഗർ 5ൽ നിന്ന്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയായിരുന്നു? 0.32. PC നമുക്ക് കിട്ടുന്നത് 0.32 ആയിരുന്നു. ഓക്കെ, സോ 0.32ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.32ന് കറസ്പോണ്ടിങ്, അപ്പോൾ 0.32 നമുക്ക് ഇവിടെ ഏതാണ്ട് ഇവിടെയായിട്ട് കിട്ടും. ഓക്കെ, സോ 0.32ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 1.1 ആണ്. സോ KC ഈസ് ഈക്വൽ ടു 1.1 എന്ന് എടുക്കുക. ഓക്കെ, സോ KC ഈസ് ഈക്വൽ ടു 1.1 ആൻഡ് KF 1 ആൻഡ് KT കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 1.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള KT വാല്യൂ ഇവിടെ 415 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 415 ബാർ, അപ്പോൾ 0.58 ഇൻറ്റു 415 ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് 240 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു കർവിൽ ടച്ച് ചെയ്യുന്ന 1.2 ഈ ഒരു കർവിൽ ഏത് പോയിന്റിലാണോ ടച്ച് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമുക്ക് ഏകദേശം 0.95 എന്ന് കിട്ടും. സോ KT ഈസ് ഈക്വൽ ടു 0.95. സോ L/D max is equal to 20 into 0.95 into 1.1 into 10 which is equal to 20.9. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ L/D ആക്ച്വലിനേക്കാളും ഗ്രേറ്റർ ആണ്. ഹെൻസ് ദിസ് ഇസ് സേഫ് ഇൻ ഡിഫ്ലെക്ഷൻ. ഓക്കെ, അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, check the deflection for the following T-beam continuous over 10 meter spans and having flange width 1200 mm. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ T ബീമാണ്, അതായത് ഫ്ലാൻഷ്ഡ് ബീമാണ് തന്നിരിക്കുന്നത്, കണ്ടിന്യൂസ് ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതിൻ്റെ ഫ്ലാൻജ് വിഡ്ത്ത്, വെബ് വിഡ്ത്ത് ഒക്കെ തന്നിട്ടുണ്ട്, എഫക്റ്റീവ് ഡെപ്ത്ത് തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ എഴുതുക. ആൻഡ് നമുക്ക് പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെൻറ്റ് വേണം. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ B ഇൻറ്റു D. ഓക്കെ, സോ BF ഇൻറ്റു D ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ BF ഇൻറ്റു D, അതുപോലെ 100 ഇൻറ്റു ASC ബൈ BF ഇൻറ്റു D. അപ്പോൾ നമുക്ക് PTയും PC വാല്യൂവും കിട്ടും. ഇനി എന്താ വേണ്ടത്? നമുക്ക് L/D ആക്ച്വൽ വേണം. സോ L/D ആക്ച്വൽ ഇസ് 10 മീറ്റർ സ്പാൻ ആണെന്ന് പറയുന്നുണ്ട്, ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ഡെപ്ത്. സോ 25 ആണ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ മോഡിഫിക്കേഷൻ കണ്ടിന്യൂസ് ബീം ആയതുകൊണ്ട് L/D ബേസിക് എത്ര വരും? L/D ബേസിക് 26 ആണ് വരുന്നത്. ഓക്കെ, L/D ബേസിക് 26 ആണ് വരുന്നത് കണ്ടിന്യൂസ് ആയതുകൊണ്ട്. എഗെയിൻ നമുക്ക് വേണ്ടത് KT, KC ആൻഡ് KF. ഇവിടെ ഈ വാല്യൂസ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് KT വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് വാട്ട് ഈസ് PT? 0.31. ഓക്കെ, സോ 0.31ഉം ആൻഡ് FE 415 ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ്ലി ഈ ഒരു ടേബിളിൽ നിന്ന് 0.31 എന്ന് പറയുമ്പോൾ ഈ ഒരു അടുത്തായിട്ട് വരും, റൈറ്റ്? സോ നമുക്ക് കിട്ടുന്ന KT വാല്യൂ PT വാല്യൂ 0.31 ആണ്. ഓക്കെ, KT വാല്യൂ കിട്ടുന്നത് 1.5 ആണ്. ഓക്കെ, സോ അതായത് ഇവിടെ 0.3 എന്ന് പറയുമ്പോൾ ഇത് 0.4 ആണ്. ഓക്കെ, സോ ഇത് 0.2, 0.3 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, സോ ഇത് ഈ 240 ഈ ഒരു പോയിന്റിലായിട്ട് വരും, അതാണ് 1.5. ഓക്കെ, അതേപോലെ KC വാല്യൂ കിട്ടണമെങ്കിൽ PC വേണം. 0.2 ആണ് PC. നിങ്ങളപ്പോൾ ഈ ഫിഗർ നോക്കുക. PC 0.2 ആണെങ്കിൽ
ഓക്കെ 0.5 ആണെങ്കിൽ ഇവിടെ വരും. ഓക്കെ 0.2 ആണെങ്കിൽ അപ്പോൾ ഏകദേശം 1 തന്നെ വരും. അതേപോലെ അടുത്ത് നമുക്ക് വേണ്ടത് KF വാല്യൂ ആണ്. അപ്പോൾ KF വാല്യൂ കിട്ടണമെങ്കിൽ വെബ് വിഡ്ത്ത് ബൈ ഫ്ലാഞ്ച് വിഡ്ത്ത്. ഓക്കെ വെബ് വിഡ്ത്തും ഫ്ലാഞ്ച് വിഡ്ത്തും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വെബ് വിഡ്ത്ത്? വെബ് വിഡ്ത്ത് 250 ആൻഡ് ഫ്ലാഞ്ച് വിഡ്ത്ത് 1200. സോ 250 ബൈ 1200. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾ ഇവിടെ നോക്കുക. ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കുക. ഈ വാല്യൂ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 0.8 എന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ സോ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ വാല്യൂസൊക്കെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ആക്ച്വലി കിട്ടിയ 25 ആയിരുന്നു. പെർമിസിബിൾ കിട്ടിയ 31 ആണ്. ഹെൻസ് ദിസ് ഇസ് സേഫ്. ഓക്കെ സോ ദിസ് ഇസ് സേഫ് ഇൻ ഡിഫ്ലക്ഷൻ. ക്ലിയർ? നെക്സ്റ്റ് ഇസ് തിയററ്റിക്കൽ മെത്തേഡ്. അടുത്തത് തിയററ്റിക്കൽ മെത്തേഡാണ്. ഇപ്പോൾ എംപിരിക്കൽ മെത്തേഡ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന മെത്തേഡ് ആയതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ ഫെമിലിയർ ആണ്. അഗെയിൻ അടുത്തത് തിയററ്റിക്കൽ മെത്തേഡാണ്. ഇതെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി IS കോഡിൽ തന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നിങ്ങൾ IS കോഡ് അനുസരിച്ച് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ അതായത് എല്ലാ സ്റ്റെപ്സും IS കോഡിൽ തന്നെ തന്നിട്ടുണ്ട്. ഏതൊക്കെ വാല്യൂസ് ആണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ തന്നെ ഏതൊക്കെ വാല്യൂസ് ആണെന്നുള്ളത് IS കോഡിൽ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ്റെ ഓരോ പാരാമീറ്റേഴ്സും IS കോഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നില്ല, പക്ഷേ IS കോഡിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്യാം. ദ ഡിഫ്ലക്ഷൻസ് ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് മെമ്പേഴ്സ്. ഇപ്പോൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് മെമ്പറിൻ്റെ ഡിഫ്ലക്ഷൻ ഒന്ന് അതിൻ്റെ വെയ്റ്റിന് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ അതായത് ഡെഡ് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇമ്പോസ്ഡ് ലോഡ് ലൈവ് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ സ്ട്രെങ്ത്, ആ ഒരു സെക്ഷൻ്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യും. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് പെർസെൻറ്റേജ് PT, PC, അപ്പോൾ അങ്ങനെ റീഇൻഫോഴ്സ്മെൻറ്റ് പെർസെൻറ്റേജിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ സ്ട്രക്ചറൽ മെമ്പറിൻ്റെ സ്പാനിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒത്തിരി സ്പാൻ കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? വേഗം ഡിഫ്ലക്റ്റ് ആകും. ഓക്കെ സോ കാരണം ബെൻഡിങ് കൂടുതലായിരിക്കും. ഓക്കെ അപ്പോൾ സ്പാനിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഏത് ടൈപ്പ് സപ്പോർട്ടാണ് ഉള്ളത് അതനുസരിച്ച് സപ്പോർട്ട് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ഫ്ലെക്ചറൽ റിജിഡിറ്റി, ഓക്കെ അതായത് സ്റ്റിഫ്നെസ് EI വാല്യൂ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ക്രീപ്പ് ആൻഡ് ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റിൻ്റെ ക്രീപ്പും അതുപോലെ ഷ്രിങ്കേജും. ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് ടൈപ്പ് ഡിഫ്ലക്ഷൻ ഉണ്ട്. വൺ ഈസ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ആൻഡ് അതർ ഈസ് ലോങ് ടേം ഡിഫ്ലക്ഷൻ. ഓക്കെ ഷോർട്ട് ടേം എന്ന് വെച്ചാൽ ഇത് ഇമ്മീഡിയറ്റ്, പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് ഡിഫ്ലക്ഷൻ, നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ അല്ലേ, അല്ലെങ്കിൽ ഒരു ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യൽ കണ്ടീഷനിലുള്ള ഒരു ഡിഫ്ലക്ഷനെയാണ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ഡിഫ്ലക്ഷൻ ആഫ്റ്റർ കാസ്റ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് പാർഷ്യൽ ഓർ ഫുൾ സർവീസ് ലോഡ്സ്. വൈൽ ലോങ് ടേം ഡിഫ്ലക്ഷൻ, ലോങ് ടേം ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ഷ്രിങ്കേജ് ആൻഡ് ക്രീപ്പ്. ക്രീപ്പും ഷ്രിങ്കേജും ഇതൊക്കെ ലോങ് ടേം ഇഫക്ട്സ് ആണ്, കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന ലോങ് ടേം ഇഫക്ട്സ് ആണ് ക്രീപ്പും ഷ്രിങ്കേജും. ഓക്കെ ഷ്രിങ്കേജ് എന്ന് വെച്ചാൽ എന്താ? വാട്ടർ റിമൂവ് ആയി പോവും, പോഴ്സിൽ നിന്ന് വാട്ടർ എക്സ്കേപ്പ് ആയിട്ട് കോൺക്രീറ്റിൽ എക്സ്പാൻഷൻ കൺട്രാക്ഷൻ, അപ്പോൾ അതാണ് ഷ്രിങ്കേജ്. പിന്നെ ഉള്ളത് ക്രീപ്പ്. ക്രീപ്പ് എന്ന് വെച്ചാൽ സസ്റ്റെയിൻഡ് ലോഡ്, കുറേ നാൾ ഒരു ലോഡ് അതിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ സസ്റ്റെയിൻഡ് ലോഡിങ് കാരണം അതിൽ സ്ട്രെയിൻ ആകും. അപ്പോൾ അതിനെയാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ അത് കാരണമുള്ള ഡിഫ്ലക്ഷനാണ് ലോങ് ടേം ഡിഫ്ലക്ഷൻ. ഇപ്പോൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈവ് ലോഡ്, പിന്നെ സ്പാൻ, എൻഡ് സപ്പോർട്ട്, ഏരിയ ഓഫ് ദി മെമ്പർ, എമൗണ്ട് ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്, സ്ട്രെസ്സസ്, characteristic strength of concrete and steel, amount and extent of cracking. And long-term deflection is almost 2 to 3 times of the short-term deflection. Okay, short-term deflection ekkalam koodudalana long-term deflection. So the following factors which influence long-term deflection are humidity and temperature. Curing time ilulla humidity, adupole concrete inde age, then type and size of aggregate, water cement ratio, then amount of compression reinforcement,
സൈസ് ഓഫ് മെമ്പേഴ്സ് എക്സെട്ര. ഓക്കെ, അതായത് ക്രീപ്പും ഷ്രിങ്കേജും എഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലോങ് ടേം ഡിഫ്ലക്ഷനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇനി നിങ്ങളുടെ IS 456-2000 അനെക്സ് സി എടുക്കുക. ഓക്കെ, അപ്പോൾ അനെക്സ് സിയിൽ ലാസ്റ്റായിട്ട് കാണാം, അനെക്സ് സിയിൽ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതായത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ്റെയും ലോങ് ടേം ഡിഫ്ലക്ഷൻ്റെയും ഇക്വേഷൻസും തന്നിട്ടുണ്ട്. സോ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഷാൽ ബി ടേക്കൺ ആസ് ദി സം ഓഫ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ determined in accordance with C2 and long term deflection in accordance with C3 and C4. Okay, അപ്പോൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ പ്ലസ് ലോങ് ടേം ഡിഫ്ലക്ഷൻ. Short term deflection may be calculated by the usual methods for elastic deflections using short term modulus of elasticity, EC, and effective moment of inertia. Okay, so ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഐ എഫക്റ്റീവും ECയും വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഐ എഫക്റ്റീവ് എന്ന് വെച്ചാൽ that is equal to IT divided by I 1.2 mf by m z by d 1 minus x by d bw by b. Okay, and so cracked section the moment of inertia and IT, then mr is the cracking moment. Okay, then you get FCR IGR by YT. Okay, so ഇതിൽ FCR എന്ന് വെച്ചാൽ modulus of rupture and IGR is the moment of inertia of gross section about centroidal axis. YT is the distance of centroidal axis from the gross section. Then maximum M എന്ന് വെച്ചാൽ maximum moment, Z lever arm distance, X depth of neutral axis, D effective depth, BW breadth of web and B breadth of compression phase. Okay, and continuous beamസിലാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഇതിൽ XC എന്ന് വെച്ചാൽ modified value of X and X1 X2 എന്ന് വെച്ചാൽ value of X at support, then X at midspan, then K1 is equal to coefficient given in table 25 and X is the value of IT, IGR and MR as appropriate. Okay, so നമുക്ക് തന്നിട്ടുണ്ടാകും വാല്യൂസ് ഓഫ് കോഎഫിഷ്യൻ്റ് തന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ നിന്നാണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് ഡിഫ്ലക്ഷൻ, ലോങ് ടേം ഡിഫ്ലക്ഷൻ ആണ്. അത് ഡ്യൂ ടു ഷ്രിങ്കേജും ഉണ്ട് ക്രീപ്പും ഉണ്ട്. അപ്പോൾ ഷ്രിങ്കേജിൻ്റെ എഫക്റ്റിലുള്ള ഇക്വേഷനാണിത്. ഓക്കെ, അതിൽ ഓരോ വാല്യൂസും എന്തൊക്കെയാണ്, K3 എന്താണ് എന്ന് പറയുന്നുണ്ട്, കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ആൽഫ CS is equal to K3 psi CS L square. സോ K3 എന്ന് വെച്ചാൽ കാൻഡിലിവർ, സിംപ്ലി സപ്പോർട്ടഡ്, ദെൻ കണ്ടിന്യൂസ് ആൻഡ് ഫുള്ളി കണ്ടിന്യൂസ്, 4 കേസും K3 വാല്യൂ തന്നിട്ടുണ്ട്. ആൻഡ് psi CS is equal to K4 epsilon CS by D. ഇതിൽ epsilon CS എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ഷ്രിങ്കേജ്. ഓക്കെ, സോ അത് നിങ്ങൾ 6.2.4 ക്ലോസ് നോക്കിക്കഴിഞ്ഞാൽ എപ്സിലോൺ CS എത്രയാണെന്ന് കാണാം. സോ K4ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, P1 PC സോറി PT ആൻഡ് PC. സോ PT വാല്യൂ എന്ന് വെച്ചാൽ കംപ്രഷൻ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് ആൻഡ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പെർസെൻറ്റേജ് ആണ് PC. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, ഇക്വേഷൻ തന്നിട്ടുണ്ട്, നിങ്ങൾ ഈ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നെക്സ്റ്റ് ഇസ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ്. സോ ക്രീപ്പ് കാരണമുള്ള ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ ഇനിഷ്യൽ ക്രീപ്പ് പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു പെർമനൻറ്റ് ലോഡ്സ്, ദെൻ EC എന്ന് വെച്ചാൽ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ആണ് തീറ്റ, EC by 1 plus തീറ്റ. ഓക്കെ, ക്രീപ്പ് അനുസരിച്ച് ഇലാസ്റ്റിക് മോഡുലസ്, കോൺക്രീറ്റിൻ്റെ മോഡുലസ് മാറും. അപ്പോൾ ആ ചേഞ്ചാണ് ഇവിടെ തീറ്റ. ദെൻ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷനാണിത്. ഓക്കെ, സോ നെക്സ്റ്റ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി അല്ലെങ്കിൽ ക്രാക്കിംഗ്, അതിൻ്റെ ഇക്വേഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ
ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ കോഡിൽ ഇത് എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യം തറവാക്കുക. അതുപോലെ ക്രാക്ക് വിഡ്ത്ത് എന്ന് വെച്ചാൽ ക്രാക്കിൽ നമ്മളൊരു മാക്സിമം വിഡ്ത്ത് ഉണ്ട്, അതിൽ കൂടാൻ പാടില്ല. ഓക്കെ, സോ ഫ്ലെക്ചറൽ മെമ്പേഴ്സിൻ്റെ കേസിൽ അപ്പോൾ ക്രാക്ക് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ അതിനാണ് നമ്മൾ പ്രോപ്പർ സ്പേസിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്പേസിങ് റിക്വയർമെൻറ്റ്സ് 26.3.2 പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്പേസിങ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ കൺട്രോൾ ഫ്ലെക്ചറൽ ക്രാക്കിംഗ്. ആൻഡ് ഗ്രേറ്റർ സ്പേസിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്പേസിങ് കൂടുതലാണെങ്കിൽ അവിടെ ക്രാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ ക്രാക്ക് ചെയ്യുന്നത് ഈ അനക്സ് എഫിൽ പറയുന്ന പോലെ ആ ഒരു ലിമിറ്റിൽ നിൽക്കണം, ആ ലിമിറ്റിൽ കൂടിപ്പോകരുത്. ഓക്കെ, സോ 26.3.2 കാര്യങ്ങളാണിത്, അതായത് സ്പേസിങ്ങിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് diameter of larger bar, 5 mm more than the nominal maximum size of coarse aggregate. അതുപോലെ ഗ്രേറ്റർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിനിമം സ്പെസിഫൈഡ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ സ്പേസിങ്ങിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതേപോലെ വേണം സ്പേസിങ് പ്രൊവൈഡ് ചെയ്യാൻ, ക്രാക്ക് വിഡ്ത്ത് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ക്രാക്കിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ രീതിയിൽ വേണം സ്പേസിങ് പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, പക്ഷേ ഇൻ കേസ് ഇഫ് ഈ ഒരു ഇതിനേക്കാളും എക്സീഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ ക്രാക്ക് ഉണ്ടാകും, പക്ഷേ ആ ഒരു ക്രാക്ക് ലിമിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്രാക്കിൻ്റെ സർഫസ് ഡിസൈൻ, അതായത് അതിൻ്റെ ലിമിറ്റിംഗ് ക്രാക്കിൻ്റെ വിഡ്ത്താണ് ഈ ഒരു ഇക്വേഷനിൽ തന്നിരിക്കുന്നത്. അനക്സ് എഫിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അനക്സ് എഫിൽ തന്നിട്ടുണ്ട് ഇക്വേഷൻ്റെ പാരാമീറ്റേഴ്സും പറയുന്നുണ്ട്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കി വെച്ചേക്കുക, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ ആവറേജ് ഇതാണ് അനക്സ് എഫിൽ, ബാക്കി കാര്യങ്ങളും ഉണ്ട്. അസംഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, ദ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ആർ കൺസിഡേർഡ് ടു ബി ഫുള്ളി ഇലാസ്റ്റിക് കണ്ടീഷനാണ്. ടെൻഷനിലും കംപ്രഷനിലും ഫുള്ളി ഇലാസ്റ്റിക് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് സ്റ്റീൽ എന്ന് വെച്ചാൽ 200 kN/mm², അല്ലെങ്കിൽ 2 × 10⁵ Nm/mm². Then elastic modulus of concrete is derived from the equation given in 6.2.3.1. നിങ്ങൾ നോക്കുക. ഓക്കെ, ആൻഡ് ഇതാണ് ഓരോ വാല്യൂസും ഓരോ പാരാമീറ്റേഴ്സും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഓക്കെ, ലോങ് ടേമിലെയും ഷോർട്ട് ടേമിലെയും സ്ട്രെസ്സസ് അത് പറയുന്നുണ്ട്. Then alternatively, as an approximation, it will normally be satisfactory to calculate steel stress on the basis of cracked section and then reduce this by an amount equal to tensile force generated by the triangular distribution. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോർ റെക്ടാങ്കുലർ ടെൻഷൻ സോൺ ഈ വാല്യൂ എത്രയാണ്? ഓക്കെ, where this epsilon is the strain at the level considered, calculated in ignoring the stiffening of concrete. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ക്രാക്ക് വിഡ്ത്ത്, അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒത്തിരി ഉള്ളതുപോലെ തോന്നും. അതുകൊണ്ട് ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചേക്കുക, നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നിക്കോളും. ഓക്കെ.